السلام عليكم ورحمة الله. كيف حالكم وش أخباركم وعساكم طيبين؟ أحباء المشتركين والمشاهدين، مرحبا بكم إلى قناة تعلم العربية مع فيزي. ലേൺ അറബിക് വിത്ത് ഫൈസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രിന്ററുമായി ബന്ധപ്പെട്ട ചില വാചകങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പ്രിന്റർ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിന്റിംഗ്, പ്രിന്റർ, ഇതുമായി ബന്ധപ്പെട്ട വാക്കുകൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില വാചകങ്ങൾ, പ്രധാനപ്പെട്ട വാചകങ്ങൾ, അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കണ്ടു എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. പ്രിന്റർ എന്നുള്ളതിന് നമുക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും. പ്രിന്റർ എന്നതിന് അറബിയിൽ ത്വാബിഅ എന്നാണ് പറയാ. ത്വാബിഅ. ഓക്കെ. പ്രിന്റിംഗ് എന്നുള്ളതിന് ത്വിബാഅ എന്നാണ് പറയാം. ത്വിബാഅ അല്ലെങ്കിൽ ത്വബഅ എന്ന് പറയാം. ത്വിബാഅ എന്നതാണ് ശരിയായ ഒരു വാക്ക്. ത്വബഅ എന്നും ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ത്വാബിഅ പ്രിന്റർ, ത്വിബാഅ അല്ലെങ്കിൽ ത്വബഅ പ്രിന്റിംഗ് എന്നതാണ്. ഓക്കെ. ഇനി പ്രിന്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വാക്ക് എന്താണ്? മഷി എന്നുള്ളതാണ്. മഷി തീർന്നു എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. അപ്പൊ മഷി എന്നുള്ളതിന് ഹിബർ എന്നാണ് ഉപയോഗിക്കുക. ഹിബർ എന്ന് പറഞ്ഞാൽ മഷി. അതുപോലെ തന്നെ പ്രിന്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാർട്രിഡ്ജ് എന്നൊരു സാധനമുണ്ട്, കാർട്രിഡ്ജ്. അപ്പോൾ അതിന് അറബിയിൽ കാർട്രീജ് എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. ആ ഒരു ഇംഗ്ലീഷ് വാക്കിനെ അറബി വൽക്കരിച്ച് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ മഷി തീർന്നു എന്നുള്ളതിന് നമ്മൾ സാധാരണ സംസാരത്തിൽ മഷി തീർന്നു എന്നാണ് പറയുക. കാർട്രീജ് എന്നുള്ളത് കൂടുതൽ ഉപയോഗിക്കാറില്ല. ചിലപ്പോൾ കാർട്രിഡ്ജ് മാറ്റാൻ എന്നൊക്കെ വേണ്ടി പറയേണ്ടി വരും. ഓക്കെ. അപ്പോൾ മഷി എന്നുള്ളതിന് ഹിബർ എന്ന ആ ഒരു വാക്ക് തന്നെ നമുക്ക് ഉപയോഗിച്ചാൽ മതിയാകും. ഓക്കെ. പിന്നെ പേപ്പർ എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ പേപ്പർ വേണം. ഓക്കെ. അപ്പൊ പേപ്പർ എന്നുള്ളതിന് വറക എന്നാണ് പറയാ. വറക അത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ്, വറക എന്നുള്ളത്. അതിന്റെ ബഹുവചനമാണ് ഔറാഗ് എന്നുള്ളത്. വറക, ഔറാഗ്, പേപ്പർ, പേപ്പേഴ്സ് എന്നുള്ളത്. ഓക്കെ. ഇനി ചിലപ്പോൾ ബില്ല് പ്രിന്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് പറയേണ്ടി വരും. ബില്ല് എന്നുള്ളതിന്, ബിൽ അല്ലെങ്കിൽ ഇൻവോയ്സ് എന്നുള്ളതിന് ഫാത്തൂറ എന്നാണ് പറയുക. ഫാത്തൂറ. ഓക്കെ. ഫാത്തൂറ എന്ന് പറഞ്ഞാൽ ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ്. അതിന്റെ ബഹുവചനമാണ് ഫവാത്തീർ എന്നുള്ളത്. ഫാത്തൂറ, ഫവാത്തീർ എന്നുള്ളത്. ഇനി പ്രിന്റ് ചെയ്തു എന്ന് എങ്ങനെയാ പറയാ? പ്രിന്റ് ചെയ്തു എന്നുള്ളതിന് ത്വബഅ എന്നാണ് പറയാ. ത്വബഅ എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്തു, അതായത് അവൻ പ്രിന്റ് ചെയ്തു എന്നർത്ഥത്തിലാണ് ത്വബഅ എന്ന് പറയാം. ഓക്കെ. ഇനി ഞാൻ പ്രിന്റ് ചെയ്തു എന്നെങ്ങനെ പറയാം? അതിന് ത്വബഅത് എന്ന വാക്ക് ഉപയോഗിക്കാം. ത്വബഅത്. അന ത്വബഅത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രിന്റ് ചെയ്തു എന്നാണ്. അന ത്വബഅത്, ഞാൻ പ്രിന്റ് ചെയ്തു. ഓക്കെ. ഇനി ത്വബഅന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രിന്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഞങ്ങൾ പ്രിന്റ് ചെയ്തു. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട വാക്ക് എന്താണ്? ത്വബഅത്. അന ത്വബഅത്, ഞാൻ പ്രിന്റ് ചെയ്തു എന്ന വാക്കാണ്. ഓക്കെ. ഇനി പ്രിന്റ് ചെയ്യുന്നു എന്നെങ്ങനെയാ പറയാ? യതുബഅ എന്നാണ് പറയാ. യതുബഅ എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്യുന്നു എന്നാണ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇൻവോയ്സ് ഒക്കെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സ് വരും. കുറച്ചൊക്കെ ഒരു തിരക്കോട് കൂടിയ കസ്റ്റമേഴ്സ് വന്നിട്ട് എവിടെ എൻ്റെ വെനിൽ ഫാത്തൂറ എന്ന് ചോദിക്കും. എവിടെയാണ് എൻ്റെ ബില്ല് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? യതുബഅ മാ ഖല്ലസ് എന്ന് പറയാം. യതുബഅ അത് പ്രിന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാ ഖല്ലസ് തീർന്നിട്ടില്ല, പ്രിന്റ് ആവുന്നു എന്ന് പറയാം. എങ്ങനെ പറയാം? യതുബഅ മാ ഖല്ലസ് എന്ന് പറയാം. തീർന്നിട്ടില്ല, പ്രിന്റ് ആവുകയാണ് എന്ന് പറയാം. ശരി. ഇനി ചിലപ്പോൾ ചില കസ്റ്റമേഴ്സിനോട് നമുക്ക് ചോദിക്കേണ്ടി വരും, ഞാനത് പ്രിന്റ് ആക്കട്ടെ, നിങ്ങളുടെ ബില്ല് പ്രിന്റ് ആക്കട്ടെ. അതെങ്ങനെയാണ് ചോദിക്കുക? ബില്ല് പ്രിന്റ് ആക്കട്ടെ എന്നുള്ളതിന് അതിന് നമുക്ക് ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? അതുബഅ എന്നുള്ളതാണ്. അതായത് ഞാൻ പ്രിന്റ് ചെയ്യട്ടെ എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? അതുബഅ. അതുബഅ അൽ ഫാത്തൂറ, ഞാൻ ആ ബില്ല് പ്രിന്റ് ആക്കട്ടെ എന്നുള്ളതിന് ഈ രൂപത്തിൽ ചോദിക്കാം. എങ്ങനെയാണ്? അതുബഅ അൽ ഫാത്തൂറ, ഞാൻ ബില്ല് പ്രിന്റ് ആക്കട്ടെ എന്നുള്ളതാണ്. ഇനി ഞാൻ പ്രിന്റ് ആക്കാം അല്ലെങ്കിൽ ഞാൻ പ്രിന്റ് ആക്കും എന്നുള്ളതിന് എന്താണ്? ബതുബഅ എന്നാണ് പറയാ. ബതുബഅ അൽ ഫാത്തൂറ അൽ ഹീൻ, ഞാനിപ്പോൾ ബില്ല് പ്രിന്റ് ആക്കാം എന്നുള്ളതിന് എന്താണ്? ബതുബഅ അൽ ഫാത്തൂറ അൽ ഹീൻ, ഞാനിപ്പോൾ ബില്ല് പ്രിന്റ് ആക്കി തരാം. ഓക്കെ. ബതുബഅ എന്ന വാക്കാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ പ്രിന്റർ ഓൺ ആക്കുക, ഓഫ് ആക്കുക എന്നുള്ളതിന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ മൊബൈൽ ഓൺ ആക്കുക, ഓഫ് ആക്കുക എന്ന് ഉപയോഗിച്ച അതേ വാക്ക് തന്നെയാണ് എന്താണ്? ശഗൽ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ശഗൽ എന്ന് പറഞ്ഞാൽ ഓൺ ആക്കുക. അപ്പൊ ശഗൽ ത്വാബിഅ, പ്രിന്റർ എന്ത് ചെയ്യാൻ? നീ ഒന്ന് ഓൺ ആക്ക്. ശഗൽ ത്വാബിഅ, പ്രിന്റർ ഓൺ ആക്കുക. പ്രിന്റർ ഓഫ് ആക്കുക എന്നുള്ളതിന് എന്താണ്? തൊഫി ത്വാബിഅ എന്ന് പറയാം. തൊഫി ത്വാബിഅ, പ്രിന്റർ ഓഫ് ആക്കുക. ശഗല ത്വാബിഅ, തൊഫി ത്വാബിഅ. ഓക്കെ. ഇനി ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും പ്രിന്റർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതിന്
നമ്മളെങ്ങനെയാണ് പറയാം? അപ്പോൾ വർക്ക് ചെയ്യുക എന്നുള്ളതിന് നമ്മൾ എങ്ങനെയാണ് പറയുക? ഇപ്പോൾ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ അസ്തഗിൽ എന്ന വാക്കാണ് ഉപയോഗിക്കുക. അസ്തഗിൽ. ഓക്കെ. അപ്പോൾ പ്രിന്റർ എന്നുള്ളത് ശരിക്കും ഒരു സ്ത്രീലിംഗ രൂപത്തിലൊരു വാക്കാണ്. അത്വാബിയാജ് എന്നാണ് ശരിക്കുള്ള വാക്ക്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുക തസ്തഗിൽ എന്ന വാക്കാണ്. അപ്പോൾ അത്വാബി ലാ തസ്തഗിൽ, ഈ പ്രിന്റർ എന്ത് ചെയ്യുന്നില്ല? വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതിന് എങ്ങനെ പറയാം? അത്വാബിയ ലാ തസ്തഗിൽ, അത്വാബിയ ലാ തസ്തഗിൽ. ആ കേബിൾ ഒന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ പവർ ഒന്ന് ചെക്ക് ചെയ്യുക എന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മൾ പറയും. അതെങ്ങനെയാണ് പറയുക? അപ്പോൾ അത്വാബിയ ലാ തസ്തഗിൽ ഷെയ്യിക സിൽക്ക്, അതിൻ്റെ കേബിൾ അല്ലെങ്കിൽ വയർ ഒന്ന് ചെക്ക് ചെയ്യും. എങ്ങനെ പറയാം? ഷെയ്യിക സിൽക്ക്. സിൽക്ക് എന്നുള്ളതിന് വയർ, കേബിൾ എന്നുള്ളതിന് മൊബൈലുമായി ബന്ധപ്പെട്ട ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സിൽക്ക് എന്ന വാക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ ഷെയ്യിക സിൽക്ക് എന്ന് പറഞ്ഞാൽ ആ കേബിള് ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി അതിൻ്റെ പവർ ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതിന് എന്താണ്? അതിന് കെഹ്റുബ എന്ന വാക്കാണ് ഉപയോഗിക്കുക. കെഹ്റുബ. ഓക്കെ, അത് നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുണ്ടാവും. കാരണം കറണ്ട്, ഇലക്ട്രിസിറ്റി എന്നുള്ളതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് കെഹ്റുബ. അപ്പോൾ ആ പവർ ഒന്ന് ചെക്ക് ചെയ്യും, അതിന് പവർ വരുന്നുണ്ടോ എന്നുള്ളതിന് എന്ത് പറയാം? ഷെയ്യിക്കൽ കെഹ്റുബ എന്ന് പറഞ്ഞാൽ മതി. ഷെയ്യിക്കൽ കെഹ്റുബ, അതിൻ്റെ പവർ ശരിക്കും കണക്ട് ആയിട്ടുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതിന്. അപ്പോൾ എന്താണ്? അത്വാബി അലാ തസ്തഗിൽ ഷെയ്യിക സിൽക്ക് അല്ലെങ്കിൽ ഷെയ്യിക്കൽ കെഹ്റുബ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പവർ ഒന്ന് ചെക്ക് ചെയ്യ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി പ്രിൻ്റർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ടെക്നീഷ്യനെ വിളിക്കാൻ പറയും. പ്രിൻ്റർ നന്നാക്കുന്ന ആളെ വിളിക്കുക എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ ടെക്നീഷ്യന് ഫന്നി എന്നാണ് പറയുക. ഫന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നീഷ്യൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഫന്നിയിൽ കെഹ്റുബ എന്ന് പറഞ്ഞാൽ ഇലക്ട്രീഷ്യൻ എന്ന് പറയും. അതുപോലെ ഓരോ ടെക്നീഷ്യനും ഫന്നി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ഫന്നി, അപ്പോൾ ഒരു ടെക്നീഷ്യനെ വിളിക്കണം പ്രിൻ്റർ നന്നാക്കാൻ. അപ്പോൾ പ്രിൻ്റർ അത്വാബി ലാ തസ്തഗിൽ ഇത്തസിൽ അലൽ ഫന്നി, ടെക്നീഷ്യൻ എന്ത് ചെയ്യുക? നീ വിളിക്കുക. ഇത്തസിൽ അലൽ ഫന്നി, ഇതിൻ്റെ ടെക്നീഷ്യൻ എന്ത് ചെയ്യുക? നീ വിളിക്ക് എന്ന് നമുക്ക് ഈ രൂപത്തിൽ പറയാവുന്നതാണ്. അപ്പോൾ ഫന്നി എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ എന്നാണ് അർത്ഥം. അപ്പോൾ എന്ത് പറയാം? പിന്നെ ടെക്നീഷ്യൻ ഇന്ന് വൈകുന്നേരം ടെക്നീഷ്യൻ വരും, എന്നിട്ട് ശരിയാക്കും. അതെങ്ങനെയാണ് പറയാം? അപ്പോൾ അൽ ഫന്നി ബി ജി ബിസ്വല്ലഹ് അത്വാബിയ മസാ അൽ യൗം എന്ന് പറയാം. അൽ ഫന്നി ബി ജി, ഫന്നി ബി ജി എന്ന് പറഞ്ഞാൽ ഫന്നി വരും എന്നർത്ഥം. പിന്നെന്താണ്? ബിസ്വല്ലഹ്, സ്വല്ലഹ എന്ന് പറഞ്ഞാൽ ശരിയാക്കുക, റിപ്പയർ ചെയ്യുക, ഫിക്സ് ചെയ്യുക എന്നതിനൊക്കെ ഉപയോഗിക്കുകയാണ് സ്വല്ലഹ എന്ന വാക്ക്. ഓക്കെ, തസ്ലീഹ് എന്ന് പറയും. റിപ്പയർ, പിന്നെ റിപ്പയർ ചെയ്യുക എന്നുള്ളൊരു ആ ഒരു നൗൺ ഫോമിൽ പറയുന്ന വാക്കാണ് തസ്ലീഹ്. ഓക്കെ, അപ്പോൾ അൽ ഫന്നി ബി ജി ബിസ്വല്ലഹ് അത്വാബിയ മസാ അൽ യൗം. മസാ അൽ യൗം എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം. അൽ ഫന്നി ബി ജി ബിസ്വല്ലഹ് അത്വാബിയ മസാ അൽ യൗം. ടെക്നീഷ്യൻ ഇന്ന് വന്ന് ഈ പ്രിൻ്റർ ഇന്ന് വൈകിട്ട് വന്ന് ശരിയാക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി എന്താണ് നമുക്ക് പ്രിൻ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താണ്? മഷി തീർന്നു അല്ലെങ്കിൽ പേപ്പർ തീർന്നു എന്നൊക്കെയാണ്. അപ്പോൾ തീർന്നു എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഖല്ലസ് എന്ന വാക്കാണ്. ഖല്ലസ്, ഖല്ലസ്. ഓക്കെ, പേപ്പർ എന്നുള്ളതിന് നമ്മൾ പറഞ്ഞല്ലോ വറക, അതിൻ്റെ ബഹുവചനമാണ് ഔറാഗ് എന്നുള്ളത്. അപ്പോൾ പ്രിൻ്ററിലെ പേപ്പർ തീർന്നു എന്നെങ്ങനെ പറയാം? രണ്ട് രീതിയിൽ പറയാം. ഒന്നുകിൽ എങ്ങനെ പറയാം? അത്വാബിയ ഖല്ലസത്തിൽ ഔറാഗ് ഫീഹ എന്ന് പറയാം. അത്വാബിയ എന്ന് പറഞ്ഞ പ്രിൻ്റർ, ഖല്ലസത്തിൽ ഔറാഗ് പേപ്പർ തീർന്നു, ഫീഹ അതിലുള്ള പേപ്പർ തീർന്നു. ഇതാണ് ഒരു രീതി. എങ്ങനെ? അത്വാബിയ ഖല്ലസത്തിൽ ഔറാഗ് ഫീഹ. മറ്റൊന്ന് ഖല്ലസത്തിൽ ഔറാഗ് ഫിത്വാബിയ. ഈ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഖല്ലസത്തിൽ ഔറാഗ് ഫിത്വാബിയ. അപ്പോൾ ഒന്നാമത്തെ രീതി എങ്ങനെയാണ്? അത്വാബിയ ഖല്ലസത്തിൽ ഔറാഗ് ഫീഹ, അല്ലെങ്കിൽ ഖല്ലസത്തിൽ ഔറാഗ് ഫിത്വാബിയ. ഈ രണ്ട് രൂപത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് പറയാം. പേപ്പർ തീർന്നു, ആ പേപ്പർ അതിൽ ഇൻസേർട്ട് ചെയ്യണം, പേപ്പർ അതിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ പേപ്പർ ഫില്ല് ചെയ്യുക, പേപ്പർ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതിന് എന്താണ് നമ്മൾ പറയാം? അപ്പോൾ അതിന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു വാക്കുണ്ടെന്ന്, ഹുത്വ എന്നുള്ളത്. അതായത് പ്ലേസ് ചെയ്യുക, കീപ്പ് ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഹുത്വ എന്നുള്ളത്. അപ്പോൾ അതേ വാക്ക് തന്നെയാണ് നമ്മളോട് ഉപയോഗിക്കുക. അപ്പോൾ എന്താണ്? ഖല്ലസത്തുൽ ഔറാഗ് ഫിത്വാബിയ ഹുത്വൽ ഔറാഗ് ഫീഹ. ഹുത്വൽ ഔറാഗ് ഫീഹ എന്ന് പറഞ്ഞാൽ മതി. ഖല്ലസത്തുൽ ഔറാഗ് ഫിത്വാബിയ ഹുത്വൽ ഔറാഗ് ഫീഹ. ഓക്കെ, ഹല്ലസത്തുൽ ഔറാഗ് ഫിത്വാബിയ, പ്രിൻ്ററിൽ പേപ്പർ തീർന്നു. ഹുത്വൽ ഔറാഗ് ഫീഹ, ഹുത്വ എന്ന് പറഞ്ഞാൽ അതിൽ വെക്കുക. ഹുത്വൽ ഔറാഗ് പേപ്പർ വെക്കുക, ഫീഹ അതിൽ പേപ്പർ വെക്കുക എന്നാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് നമുക്കത് പറയേണ്ടത്. മറ്റൊന്ന് എന്താണ്? പ്രിൻ്ററിലെ മഷി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ മഷി എന്നുള്ളതിന് നമ്മൾ മനസ്സിലാക്കിയ വാക്ക് എന്താണ്? ഹിബർ എന്നുള്ളതാണ്. ഹിബർ എന്ന് പറഞ്ഞാൽ മഷി. ഓക്കെ, അപ്പോൾ പ്രിൻ്ററിലെ മഷി തീർന്നു എന്നുള്ളതിന് എന്താ പറയുക? ഔറാഗ് എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ ഹിബർ ചേർത്താൽ മതി. അപ്പം എങ്ങനെ? ഖല്ലസൽ ഹിബർ, ഖല്ലസൽ ഹിബർ ഫിത്വാബിയ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ അത്വാബിയ ഖല്ലസൽ ഹിബർ ഫീഹ എന്ന് പറയാം. അത്വാബിയ ഖല്ലസൽ ഹിബർ ഫീഹ, അല്ലെങ്കിൽ ഖല്ലസൽ ഹിബർ ഫിത്വാബിയ എന്ന് പറയാം.
എന്നിട്ട് എന്താ നമുക്ക് കാർട്രിഡ്ജ് ഉപയോഗിക്കുന്ന പ്രിന്റർ ആണെങ്കിൽ എന്ത് പറയാം, ബദ്ദൽ അൽ കാർട്രിഡ്ജ് എന്ന് പറയാം. ബദ്ദൽ അൽ കാർട്രിഡ്ജ്, ആ കാർട്രിഡ്ജ് എന്ത് ചെയ്യുക, അതൊന്ന് മാറ്റുക. ബദ്ദൽ എന്ന് പറഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യുക എന്നാണ്. ഓക്കെ, അപ്പൊ ഖല്ലസൽ ഹിബർ ഫി ത്വാബിഅ ബദ്ദൽ അൽ കാർട്രിഡ്ജ് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ പ്രിന്ററുമായി ബന്ധപ്പെട്ട ഏതാനും ചില നമുക്ക് ദിനേന നമ്മളുടെ ജോലി സ്ഥലങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരുന്ന ചില പ്രധാനപ്പെട്ട വാചകങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി തുടർന്നും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഇനി പുതിയ ഒരു ടോപ്പിക്കുമായി വീണ്ടും നമുക്ക് കാണാം. മഅസ്സലാമ.